വിനിടെക് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സമയത്തിന് കണ്ടെത്താൻ കഴിയാതെ വന്ന സന്ദർഭങ്ങളുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്, ഡിജി ലോക്കർ. എന്താണ് ഡിജി ലോക്കർ? പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് നിങ്ങളുടെ ഡിജിറ്റൽ ലോക്കറാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യത രേഖകൾ, പാൻ കാർഡ് തുടങ്ങി നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ രേഖകളും സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഒരു ക്ലൗഡ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് ഡിജി ലോക്കർ. പേപ്പറുകൾ കൊണ്ടു നടക്കേണ്ട ബുദ്ധിമുട്ടില്ല, എവിടെയും നഷ്ടപ്പെടുമെന്ന പേടിയും വേണ്ട. ഡിജി ലോക്കർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നിരവധിയാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, സുരക്ഷ. നിങ്ങളുടെ രേഖകൾ ഡിജിറ്റലായി എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത് കൊണ്ട് വളരെ സുരക്ഷിതമാണ്. അടുത്തത്, എളുപ്പത്തിൽ ലഭ്യമാകുന്നു. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ രേഖകൾ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇന്റർനെറ്റ് കണക്ഷൻ മാത്രം മതി. പേപ്പർലെസ് വെരിഫിക്കേഷൻ. ഡിജി ലോക്കറിലെ രേഖകൾക്ക് നിയമപരമായ അംഗീകാരമുണ്ട്. ഉദാഹരണത്തിന്, ട്രാഫിക് പോലീസ് ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചാൽ മതിയാകും. സമയം ലാഭിക്കാം. അപേക്ഷകൾ സമർപ്പിക്കുമ്പോഴും മറ്റും രേഖകൾ സ്കാൻ ചെയ്യാനും കോപ്പി എടുക്കാനുമുള്ള സമയം ലാഭിക്കാം. സർക്കാർ ഏജൻസികളും മറ്റു ഓർഗനൈസേഷനുകളുമായും ഐഡന്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫായി ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ എളുപ്പത്തിൽ പങ്കിടാം. ഡിജി ലോക്കർ യൂസ് ചെയ്യുന്നതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ നിർബന്ധമായി ലിങ്ക് ചെയ്യണം. ഞാൻ എൻ്റെ ആധാർ ആൻഡ് പാൻ കാർഡ് ഓൾറെഡി ഡിജി ലോക്കറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡോക്യുമെന്റ്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഡിജി ലോക്കർ ഹോം പേജിൽ ഇതുപോലെ ഓപ്ഷൻ കാണിക്കും. അതല്ലെങ്കിൽ സെർച്ച് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് ഇതുപോലെ സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് ഡോക്യുമെന്റ് ടാപ്പ് ചെയ്തപ്പോൾ എൻ്റെ ലൈസൻസ് ഫെച്ച് ചെയ്ത് ആഡായി. അടുത്തതായി എൻ്റെ 12th മാർക്ക് ഷീറ്റ് ആഡ് ചെയ്യുകയാണ്. അതിനായി റോൾ നമ്പർ ആൻഡ് ഇയർ എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഫെച്ച് ചെയ്ത് ആഡാവുന്നതാണ്. ഇതുകൂടാതെ സ്റ്റേറ്റ് റിലേറ്റഡ് സർവീസ് നമുക്കിതിൽ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, റേഷൻ കാർഡ് ആഡ് ചെയ്യണമെങ്കിൽ സെർച്ചിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. അതിൽ കേരളം ഒപ്റ്റ് ചെയ്ത് അതിൽ റേഷൻ കാർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്താൽ റേഷൻ കാർഡ് ഫെച്ച് ആയിട്ട് ആഡ് ആവുന്നതാണ്. അടുത്തതായി, വെഹിക്കിൾ RC ആഡ് ചെയ്യുന്നതിനായി സെർച്ചിൽ രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾ സെലക്ട് ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് ചേസിസ് നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വണ്ടിയുടെ RC ഇതുപോലെ ആഡ് ആവുന്നതാണ്. ഡിജി ലോക്കർ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അക്കൗണ്ടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കുക. നിങ്ങളുടെ വിവരങ്ങൾ മറ്റാരുമായും പങ്കിടരുത്. സർക്കാർ അംഗീകൃത രേഖകൾക്ക് മാത്രമേ ഡിജി ലോക്കറിൽ നിയമസാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട രേഖകളും സുരക്ഷിതമായി ഒരിടത്ത് സൂക്ഷിക്കാൻ ഡിജി ലോക്കർ ഒരു മികച്ച മാർഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.